ഫ്ലിപ്കാർട്ടിന്റെ സൈറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ അത് കൊണ്ടുവന്നായിരുന്നു. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ നോക്കിയാലോ? അപ്പൊ നമ്മൾ ഓർഡർ ചെയ്തൊരു 10-14 ദിവസം ആവും അല്ലേ? അപ്പൊ നമുക്ക് സാധനങ്ങൾ അഥവാ അങ്ങനെ വാങ്ങിക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ കുറച്ചൊരു 14 ദിവസത്തിന് മുന്നേയൊക്കെ വീട്ടിൽ സാധനങ്ങൾ തീർന്നതിന് മുന്നേ നിങ്ങൾ വാങ്ങിക്കുക. ഇപ്പൊ നമ്മൾ ഓർഡർ ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പലചരക്ക് സാധനങ്ങൾ, ഗ്രോസറി കിറ്റ് എന്ന് പറയും അത്, പിന്നെ നമുക്ക് ബാത്റൂം ക്ലീനർ, പിന്നെ ഹാൻഡ് വാഷ്, പാത്രം കഴുകുന്നത്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ, പിന്നെ സോപ്പ്, ടൂത്ത് പേസ്റ്റ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ, കുറച്ച് ബൾക്ക് എന്ന് പറയുമ്പോൾ ഒരു മാസത്തേക്ക് വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ്. നോക്കാം നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ടെന്ന് പറഞ്ഞാൽ സോപ്പാണ്. അപ്പൊ ഇത് ഹാൻഡ് മെയ്ഡ് സോപ്പാണ്. ഇത് മുൾട്ടാണി മിട്ടിയതാണ് കേട്ടോ. ഓക്കെ, അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ 4 ഉണ്ട്. എല്ലാത്തിന്റെയും 4 പീസ്, എല്ലാത്തിന്റെ സോപ്പിന്റെ എല്ലാത്തിനും 4 പീസ് വെച്ചാണ് പറഞ്ഞത്. ഇത് രക്തചന്ദനത്തിന്റെയാണ്, രക്തചന്ദനത്തിന്റെ സോപ്പാണിത്. ഇത് റേറ്റ് 90 രൂപയാണ് ഒരെണ്ണത്തിന്റെ റേറ്റ്. ഒരെണ്ണം ഹാൻഡ് മെയ്ഡിനാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് യൂസ് ചെയ്തിട്ട് നമ്മളിത് എങ്ങനെ ഉണ്ടെന്ന് പറയാം. പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വാങ്ങി ട്രൈ ചെയ്യുന്നേ ഉള്ളൂ. ഇതിന്റെ റിവ്യൂസ് പിന്നീട് എന്തായാലും പറഞ്ഞിരിക്കാം. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് സാധനം വാങ്ങിക്കുമ്പോഴും എങ്ങനെ പോയാലും ഒരു മാസം വീട്ടിലത്തേക്ക് ഒരു 6000-7000 രൂപയ്ക്ക് എങ്ങനെ പോയാലും നമ്മൾ സാധനങ്ങൾ മേടിക്കും. അപ്പോൾ ഓൺലൈനിൽ കണ്ടപ്പം അവിടെ ഒരു പ്രോഡക്റ്റ് കൊള്ളാമെന്ന് ഇവിടെ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വാങ്ങിച്ച് നോക്കിയത്. പിന്നെ അടുത്തുള്ളത് ഇത് കസ്തൂരി മഞ്ഞളിൻ്റെ സോപ്പ്. കസ്തൂരി മഞ്ഞളിൻ്റെ ഇതും എല്ലാം ഹാൻഡ് മെയ്ഡിനാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. അടുത്തത് രാമച്ചത്തിന്റെ ആണേ. പിന്നെ ഇത് നവകാന്തി വൈറ്റനിങ് വിത്തൗട്ട് ഹാർമിങ് യുവർ സ്കിൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ സോപ്പും 90 ആണ്. ഓരോ സോപ്പിന്റെ 4 പീസ് വെച്ചാണ് ഉള്ളത്. പിന്നെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇതിലുള്ള വേറെ സംഭവം പറയുന്നത് ഈ ബോച്ചെ ടീ എന്നും പറഞ്ഞൊരു ടീ ഉണ്ട്. ഈ ഷൈൻ ആൻഡ് വിൻ എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ ഈ പാക്ക്, ഈ ഒരു ഇതുണ്ട്, പാക്കുണ്ട്. അതിൽ വാങ്ങിക്കുമ്പോൾ നമുക്ക് ബോച്ചെ ടീ എന്നും പറഞ്ഞൊരു ടീ കിട്ടും. അപ്പം അതിൻ്റെ ഇവിടെ ആയിട്ടൊരു കൂപ്പൺ വരും. നമുക്കത് പൊട്ടില്ല, ഞങ്ങളിതുവരെ കണ്ടിട്ടില്ല. ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പൊ റീലൊക്കെ നോക്കിയാൽ നമ്മളിപ്പോ എപ്പോഴും കാണുന്ന സംഭവം ആട്ടെ ഇത്. നമുക്ക് എന്താണ് നോക്കാം. ഇത് കട്ട് ചെയ്ത് നോക്കാം അതിനകത്ത് എന്താണ്. ഞങ്ങൾക്കത് പൊട്ടിച്ച് നോക്കിയില്ല, നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നിട്ട് പൊട്ടിക്കാന്ന് വിചാരിച്ച് ഇരിക്കുകയായിരുന്നു. ഇതിനകത്ത് ഇങ്ങനൊരു പേപ്പറും ആണ് ഇരിക്കുന്നത്. ഒരു പേപ്പറിന് താഴെ ഒരു സീരിയൽ നമ്പർ പോലെ ഒരു നമ്പറുണ്ട്. അപ്പം എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഇത് നോക്കിയാൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ കറക്റ്റ് ഇതുപോലെ ചെയ്തിട്ട് എന്താണ് ബാക്കി ഞങ്ങൾ അറിയിക്കാം. ചിലപ്പോൾ 25 കോടി കിട്ടിയല്ല, പറയാൻ പറ്റില്ല. അത് ഈ ടീയുടെ കൂടെ പറഞ്ഞിട്ടുണ്ട്. ബോച്ചി ടീ 40 രൂപ ഈ ടീയുടെ വില. എല്ലാവർക്കും ക്യാഷ് പ്രൈസ് 500 അങ്ങനെയൊക്കെ അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ റീൽസിൽ കാണുന്നത് 10 ലക്ഷം അടിച്ചു. പിന്നെ ഇതിൽ ഈ ബോച്ചി സാറ് നേരിട്ട് ഒരു പെങ്കൊച്ചിനെ വിളിച്ച് ഇങ്ങനെ ചെയ്യുന്നൊരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. പിന്നെ അടുത്തത് ഷൈൻ ആൻഡ് വിന്നിൻ്റെ പാക്കിൽ പറഞ്ഞത് ആരി സൂക്ത എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഡിഷ് വാഷ് ജെല്ല്. ഇത് അതിന്റെ മൾട്ടി ക്ലീനർ ആണേ. എല്ലാം ഇത് ആര്യ സൂക്തമാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം ഇത് സ്റ്റിഫ് ആൻഡ് സ്റ്റൈൽ, നമ്മുടെ തുണിയൊക്കെ നല്ല സ്റ്റിഫായിട്ടിരിക്കുന്ന സ്റ്റിഫ് ആൻഡ് സ്റ്റൈൽ. ഇത് 200 രൂപയാണ് കേട്ടോ. 200. ഇത് ഒരു ഹാൻഡ് വാഷ് ആണ് 250 ml. എത്ര രൂപ? ഇതിന്റെ റേറ്റ് 250. ഇത് 1 ലിറ്ററിന്റെ ഡിറ്റർജന്റ് ഷാമ്പു ആണ്, നമ്മൾ തുണിയെ കഴുകുമ്പോൾ യൂസ് ചെയ്യണ. ഇത് 450 രൂപയാണ്. ഇത് ടോയ്ലറ്റ് ക്ലീനർ ആണേ. ഇതിന്റെ റേറ്റ് 250 ആണ്. നമ്മൾ ഈ നമ്മുടെ ഈ ഇത് ഞാൻ പറഞ്ഞില്ലേ ഷൈൻ ആൻഡ് വിൻ എന്ന് പറഞ്ഞ ഈ പാക്ക് വരണം വെച്ച് കഴിഞ്ഞാൽ എത്ര രൂപയ്ക്കെന്ന് അറിയാവോ? 1000 സംതിങ് ആണ്. ഇപ്പൊ ഈ നമ്മൾ 480, 550 അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ റേറ്റ് അല്ല, എല്ലാം കൂടെ ഒരു ഡിസ്കൗണ്ട് ആയിട്ട് പാക്ക് ആയിട്ടുണ്ട്. അപ്പൊ 1000 സംതിങ് ആണ് കറക്റ്റ് റേറ്റ്. ഞാൻ കറക്റ്റ് റേറ്റ് നോക്കിയിട്ട് പിന്നീട് കൊടുത്തേക്കാം. പിന്നെ അടുത്ത് എന്തോന്ന് ഗ്രോസറി കിറ്റിനകത്ത് പറഞ്ഞത്. ഗ്രോസറി കിറ്റ് 5400 സംതിങ് ആണ്. നമുക്ക് ഏകദേശം 32-36 ഐറ്റം അടുപ്പിച്ചുണ്ട് അതിൽ. എല്ലാ ആവശ്യമുള്ള സാധനങ്ങളും നമുക്ക് എല്ലാം 2-3 സാധനം മിസ്സിങ് ആണ്. ഓട്സ്, പിന്നെ 2-3 സാധനം ഓട്സ് കിട്ടിയിട്ടില്ല, അത് കൊണ്ടെത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓട്സ് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും കിട്ടിയിട്ടില്ല. കാരണം 2-3 സാധനങ്ങൾ കിട്ടിയിട്ടില്ല. 1 ലിറ്ററിന്റെ
എണ്ണയാണ്, വെളിച്ചെണ്ണ. റേറ്റ് എത്ര കൊടുത്തിട്ടില്ലല്ലേ? ഇല്ല റേറ്റ്, കാരണം ഇതിൽ റേറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നമുക്ക് ഈ റേറ്റിനല്ലല്ലോ കാരണം നമുക്കൊരു കോംബോ ആയിട്ടായതുകൊണ്ട് റേറ്റ് കുറച്ചല്ലേ തരണം. അടുത്തത് അരിപ്പൊടിയാണേ, 5 കിലോയുടെ അരിപ്പൊടി. അടുത്തത് അവിടെ തന്നെ ഗ്രാൻഡ് ടീ, സ്പെഷ്യൽ ഗ്രാൻഡ് ടീ എന്ന് കൊടുത്തിട്ടുണ്ട്, ഫിജി ഗ്രീൻ എന്നും പറഞ്ഞുകൊണ്ട്. ഇത് 215 അങ്ങനെയാണെന്ന് തോന്നുന്നു കൊടുക്കുന്നത്. 215 രൂപ. ഇതിന്റെ റേറ്റ് 215. 4 പാക്കറ്റ് ഉണ്ട്. 400 ഗ്രാമിന്റെ 4 പാക്കറ്റ് ഉണ്ട്. അടുത്ത് ടൂത്ത് പേസ്റ്റ് ആണ് കേട്ടോ. നോനി ടൂത്ത് പേസ്റ്റ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത്. മൊത്തം 10 എണ്ണം ഉണ്ട്. 1 2 ഇതിൽ 6 എണ്ണം, അതിൽ 4 എണ്ണം, അങ്ങനെ 10 ടൂത്ത് പേസ്റ്റ് ഉണ്ട്. ഇത് ടൂത്ത് പേസ്റ്റ് റേറ്റ് പറഞ്ഞാൽ എത്രയാണ്? 165 ഒരെണ്ണത്തിന് കാണിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അത്ര ആയില്ല, ഒരെണ്ണത്തിന് 125 ആയില്ല. നമ്മൾ 10 എണ്ണം ഒരുമിച്ച് എടുത്തുകൊണ്ട് ആ റേറ്റ് ആയില്ല. അവരുടെ ബില്ലുണ്ട് നമ്മുടെ, അവരുടെ അവർ അയക്കുമ്പോഴത്തേനും അവരുടെ ബില്ല് കാര്യങ്ങൾ ഇൻവോയ്സ് ആണ്, അവരുടെ ബിൽ ഇൻവോയ്സ് ആണത്. ഇവിടെ കണ്ട് 8566 രൂപ, പിന്നെ CGST SGST എല്ലാം കൂടെ ആഡായിട്ട് 9494 രൂപയ്ക്കാണ് നമ്മൾ സാധനങ്ങൾ എടുത്തത്. ടൂത്ത് പേസ്റ്റ് നമുക്ക് 6 ടൂത്ത് പേസ്റ്റ് ആയിരിക്കുന്ന 1200 രൂപയാണ് ആയിരിക്കുന്നത്, 6 ടൂത്ത് പേസ്റ്റ്. പിന്നെ അടുത്ത് നമുക്ക് ഗ്രോസറി സാധനങ്ങൾ നോക്കാം. 1 കിലോ പയർ, ചെറുപയർ 1 കിലോ. അത് കഴിഞ്ഞ് ഇത് അവരുടെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഗ്രീൻ ടീ ആണേ. ഇത് അവരുടെ ഹാൻഡ് മെയ്ഡ് ബ്ലാക്ക് ടീ. ഒരു ഇല ഉണ്ടല്ലോ, ഇല ഉണക്കിയതാണ്, പൊടിച്ചിട്ടൊന്നുമില്ല, അത് ഉണക്കി കറക്റ്റ് അങ്ങനെ വെച്ചിട്ടുണ്ട്. 100 ഗ്രാം വേണം. ഇത് വൻപയർ എന്നാണ് ഇവിടെ പറയാം കേട്ടോ. അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞത് ഒന്നിന് 149. ഇത് 1 കിലോ വരെയാണേ. പിന്നെ ഇത് 1 കിലോ പച്ചരി. പിന്നെ പച്ചരി നമുക്ക് 1 മാസത്തേക്ക് 1 കിലോ അല്ലല്ലോ, അതുകൊണ്ട് അതൊരു ചെറിയൊരു വിഷമമുണ്ട്. കാരണം 1 കിലോ പച്ചരി നമുക്ക് 1 മാസത്തേക്ക് തികയില്ല. 1 കിലോ ഉള്ളു പച്ചരി. ഇത് 500 ഗ്രാമിന്റെ ആണേ, വെള്ളക്കടല. ഇത് പുട്ടുപൊടി, പുട്ടുപൊടിയും 1 കിലോ. ഇത് 1 കിലോയുടെ പഞ്ചസാര. ഇത് 1 കിലോ റാഗി, നമുക്ക് ദോശ ഉണ്ടാക്കാം, പിന്നെ കൊച്ചിനൊക്കെ കുറുക്ക് കച്ചി കൊടുക്കാം. റാഗി നല്ല ഭയങ്കര ഹെൽത്തിയാണ്. ഇത് ഗ്രീൻ പീസ്, ഇത് 1 kg ആണ് കേട്ടോ. പിന്നെ ഇത് ഉഴുന്ന് 1 കിലോ. ഇത് ഫിജി ഗ്രീൻ്റെ അവരുടെ തന്നെ പ്രോഡക്റ്റ് ആണ്, ഫിജി ഗ്രീൻ്റെ. ഇത് 500 ഗ്രാമിന്റെ സോയാബീൻ ആണേ, കൊച്ചു ചെറുതാണ്. പരിപ്പ്, സാമ്പാർ പരിപ്പ്. ഇത് സാമ്പാർ, ഇത് 1 കിലോ. ഇത് 1 കിലോയുടെ മുതിരയാണ് കേട്ടോ. പിന്നെ ഉപ്പും 1 കവറേ ഉള്ളൂ. ഇത് അവരുടെ ആണ് ഫ്രഷ് ഉപ്പ് 1 കിലോ. പക്ഷേ ഇത് സാധാരണ ഉപ്പ് 10 രൂപ 12 രൂപ എന്തോ അല്ലേ. പക്ഷേ ഈ ഉപ്പ് 24. ഇത് ക്വാളിറ്റി അയഡൈസ്ഡ് സോൾട്ട് ആയതുകൊണ്ടായിരിക്കും 24 രൂപയുടെ ഉപ്പ്. ഇത് 1 കിലോയുടെ ചക്കിയാക്ക. പിന്നെ ഇത് ചെറിയ ജീരകം, ചെറിയ ജീരകം അല്ല, ജീരകം 100 ഗ്രാം, ജീരകം 100 ഗ്രാം. ഇത് മല്ലിപ്പൊടിയാണ്, 1 കിലോയുടെ മല്ലിപ്പൊടി. പിന്നെ 100 ഗ്രാം പെപ്പർ പൗഡർ, കുരുമുളക് പൊടി. ഇത് 1 കിലോയുടെ മുളക് പൊടിയാണ്. ഇത് 100 ഗ്രാം മഞ്ഞൾപ്പൊടി. ഇത് മസ്റ്റാർഡ് 200 ഗ്രാമിൻ്റെ ആണ്. ഇത് 100 ഗ്രാം ഉലുവ. അടുത്തത് സാമ്പാർ പൗഡർ. ഇത് 200 ഗ്രാമിൻ്റെ മീറ്റ് മസാല, ബോബീസിൻ്റെ.
അടുത്തത് ഇത് 200 ഗ്രാമിന്റെ ഫിഷ് മസാല ആണ്. ഇത് 200 ഗ്രാമിന്റെ ചിക്കൻ മസാല. നമ്മൾ യൂസ് ചെയ്തില്ല, എല്ലാം യൂസ് ചെയ്ത് നോക്കിയിട്ട് റിവ്യൂ പിന്നീട് ഇടാണ്. വലിയ പാക്കറ്റ് ആണല്ലേ, നമ്മൾ സാധാരണ വാങ്ങിക്കുന്നത് ചെറിയ പാക്കറ്റാണ്. ഇത് 200 ഗ്രാം ഉണ്ട്. നമുക്ക് 1 മാസമല്ലേ, നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. ഇത് 500 ഗ്രാമിന്റെ ആണ് വറ്റൽമുളക്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കിട്ടുകയാണെങ്കിൽ. ഇല്ല, പെട്ടിയൊന്നുമില്ല, ഒന്നുമില്ല കേട്ടോ. കാരണം മുളക് പൊടിയും ഉണ്ട്, അല്ലാതെ ഉണക്ക മുളകും ഉണ്ട്, രണ്ടും ഉണ്ട്. നമുക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിന്റെ റിവ്യൂസ് ഞങ്ങൾ പിന്നീട് ഇടുന്നതായിരിക്കും. ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിയത്. ഇനി 2-3 ഐറ്റംസ് കിട്ടാനുണ്ട്. അപ്പോൾ വേറെ ഒന്നുമില്ല, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് 2-3 ഐറ്റംസ് കിട്ടി. കാരണം അവർ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് സാധനങ്ങൾ അത്യാവശ്യം, ഈ സാധനങ്ങൾ തീർന്നതാണ് ഞങ്ങൾ വിളിച്ച് അത്യാവശ്യം പറഞ്ഞതുകൊണ്ട് അവിടെയുള്ള സാധനങ്ങൾ കിട്ടാതെ, ഇല്ലാത്ത സാധനങ്ങൾ കിട്ടാതെ ബാക്കി ഏകദേശം ഒരു 2-3 ഐറ്റം അല്ലേ ഇല്ലാത്ത 2-3 ടൈപ്സ് ഓട്സ് ആണ് കിട്ടാറുണ്ട്. അപ്പൊ ആ കൂപ്പണിന്റെ ബാക്കി കാര്യങ്ങൾ എന്താ നമ്മൾ പിന്നീട് ഇട്ടേക്കാം കേട്ടോ. കാരണം ഫസ്റ്റ് ടൈമാണ് നമുക്ക് അറിഞ്ഞൂടെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. അത് എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കിയിട്ട് ഞങ്ങൾ അത് പറയാം. ഞാനത് പറഞ്ഞു കൊടുക്കല്ലേ എന്താണ് എഴുതിയിരിക്കണേന്ന്. ഇതിന് കൊടുത്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു QR കോഡ് ഉണ്ട്. കാരണം ഇവിടെ ഒരു QR കോഡ് ഉണ്ട് അതിൻ്റെ ഈ റിങ്ങിനകത്ത്. കാണിച്ചു ഒരു കോപ്പി അടിച്ചെടുത്തോളൂ. ഒരു QR കോഡ് ഉണ്ട്, അത് സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്ത് നമ്മുടെ ഫുൾ നെയിം, ഫോൺ നമ്പർ, ഈ കൂപ്പുള്ളൊരു കോഡുണ്ട്, ആ കോഡൂടെ അടിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് റിസീവ് ചെയ്ത കൺഫർമേഷൻ SMS ലക്കി ടിക്കറ്റ് നമ്പർ നമുക്ക് SMS ആയിട്ട് വരും. അത് കഴിഞ്ഞിട്ട് സ്മാർട്ട് ഫോണിൽ കൂപ്പൺ കോഡൊക്കെ അടച്ച് ഫുൾ നെയിമൊക്കെ അടിച്ചിട്ട് SMS ഒക്കെ അയക്കാൻ വേണ്ടി കൊടുത്തിരിക്കണം. SMS വഴി നമ്മൾ വിന്നർ ആവുകയാണെങ്കിൽ SMS വഴി അറിയിക്കില്ല. പിന്നെ വേറെ കൊടുത്തിട്ടുണ്ട് ഈ ഡെയിലി ആ കവർ എന്തെങ്കിലും ചാർജുണ്ട്. ഡെയിലി 10:30 ലക്കി ഡ്രോ ഉണ്ടെന്നതിൻ്റെ പാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടിവിടെ താഴെ പാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് സമ്മാനം അടിക്കണമെങ്കിൽ അറിയിക്കാം. ശരി, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.